Hello മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം +1 പബ്ലിക് എക്സാം റിസൾട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു സേ എക്സാമിനറുടെ +1 റിസൾട്ട് ഞാൻ പ്രൗഡായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അതിനു മുമ്പ് എല്ലാവരും നോട്ട് ചെയ്യാൻ മക്കളെ, നിങ്ങൾ +1 സ്റ്റുഡൻ്റ് ആണെങ്കിലും +2 സ്റ്റുഡൻസ് ആണെങ്കിലും ഈ റിസൾട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. നാട്ടുകാരെ ഒക്കെ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും പേരൻസിനെയും ഒക്കെ അറിയിക്കുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങളൊരു +1 സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനറുടെ കൂടെ പഠിച്ചാൽ എവിടെ വരെ എത്താമെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനിയിപ്പോൾ എക്സാമിനറോട് നിങ്ങൾക്ക് +2 പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മക്കളെ +1 ഇത്ര അടിപൊളി റിസൾട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് +2 നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പഠിക്കാമെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ റിസൾട്ട് എക്സാമിനറുടെ ബാച്ച് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ യൂട്യൂബിലെ ക്ലാസ് കണ്ട സ്റ്റുഡൻ്റ് ആണ്, എക്സാമിനറുടെ ക്ലാസ് കണ്ട് പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിനർ ഹെൽപ്പ് ചെയ്തെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ആ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഉണ്ടാവും. അവിടെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കൂടുതൽ റിസൾട്ട് ഇനിയും വരാനുണ്ട്. പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിസൾട്ട്, ഒരു ദിവസം കൊണ്ട് കിട്ടിയിരിക്കുന്ന റിസൾട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ, കേരള +1 സ്റ്റേറ്റ് ടോപ്പേഴ്സ് 520 മാർക്കിൽ 520 മേടിച്ച സ്റ്റുഡൻസ് ആണ് ഇവിടെ. കുറേ ആൾക്കാരുടെ ഫോട്ടോ ഇനിയും കിട്ടാറുണ്ട്. നമ്മുടെ ടീം മാക്സിമം പെട്ടെന്ന് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഇവരൊക്കെ സയൻസിൽ +1 ഒരു മാർക്ക് പോലും കളയാതെ എല്ലാം കേരള സ്റ്റേറ്റ് ടോപ്പേഴ്സാണ്. ഇതിനേക്കാളും കൂടുതൽ മാർക്ക് മേടിക്കാൻ പറ്റില്ല. ദേ ഹാവ് റീച്ച് ദി ഇമ്പോസിബിൾ. ഐ ആം പ്രൗഡ് ടു സേ ഇവരെല്ലാവരും എക്സാമിനർ. ഒന്നും കൂടി നോട്ട് ചെയ്യുക, ഇത് കേരളത്തിലെ 520 മേടിച്ച എല്ലാ കുട്ടികളുടെ ലിസ്റ്റ് അല്ല. ഇത് എക്സാമിനറുടെ ക്ലാസ് കണ്ട് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് മേടിച്ച ഫുൾ മാർക്ക് മേടിച്ച സ്റ്റുഡൻസ് ആണ്. ഞാൻ ആക്ച്വലി ഇന്നൊരു സ്റ്റുഡൻറ്റിനെ കണ്ടു, നമ്മുടെ ഫുൾ മാർക്ക് മേടിച്ച സ്റ്റുഡൻറ്റിനെ കണ്ടു. വലിയ സന്തോഷമായി. അഞ്ജന ഇവിടെ ഉണ്ടാവും. യെസ്, അഞ്ജന കഷ്ടപ്പെട്ട്, അതേപോലെ എല്ലാവരും ആദ്യം മുതൽ കഷ്ടപ്പെട്ട് ബാച്ചിലെ ക്ലാസ് ഉപയോഗിച്ച് അടിപൊളിയായിട്ട് പഠിച്ച സ്റ്റുഡൻസാണ്. കേരളത്തിലെ എല്ലാ കുട്ടികളെക്കാട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടികളാണ്. സോ കൺഗ്രാജുലേഷൻ ചെയ്യുക ഇവരെ ആദ്യം തന്നെ. അപ്പം ഇവരുടെ ഒക്കെ ഇൻ്റർവ്യൂസ് ഈ ചാനലിൽ വരുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് +1 ഇവർ ഫുൾ മാർക്ക് മേടിച്ചത്. ആൻഡ് +2 നിങ്ങളിപ്പോൾ +2 സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് +2 എങ്ങനെയാണ് ഇവരുടെ സ്ട്രാറ്റജി ഉപയോഗിക്കാം. +1 തുടങ്ങുന്ന കുട്ടികളാണ്, SSLC കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇവരെ പോലെ അടുത്ത വർഷം നിങ്ങൾക്കും ഈ ബോർഡിൽ വരാൻ പറ്റാമെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ റിസൾട്ട് എൻ്റർ ചെയ്യാത്ത കുട്ടികളാണ്, ഡെഫിനറ്റ്ലി താഴത്തെ ലിങ്കിൽ അറിയിക്കുക. പിന്നെ നിർഭാഗ്യവശാൽ ഞാൻ ഇവരൊട്ടും 520 താഴെയായിട്ട് കരുതൂല. നിർഭാഗ്യവശാൽ ഒരു മാർക്ക് മാത്രം ലൂസ് ചെയ്ത് വേറെ സെറ്റ് ഓഫ് ബ്രില്യൻ സ്റ്റുഡൻസ് മക്കളെ 1 2 3 4 5 5 6 7 8 9 10 11 ആൾക്കാരാണ് ഇപ്പം നമുക്ക് 519 99.9 വരുന്ന ഏറ്റവും ടോപ്പ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇവർക്കും വീണ്ടും കൺഗ്രാജുലേഷൻസ്. ആൻഡ് ഇവരെ പോലെ തന്നെ ഒരു മാർക്കും കൂടി പോയോ 518, വിച്ച് ഇസ് എൻ അമേസിങ് അച്ചീവ്മെൻറ്റ്. +1 കഴിഞ്ഞൊരു കുട്ടിക്ക് ഇതിൻ്റെ വില മനസ്സിലാവും അല്ലേ. നിങ്ങളൊരു 500 മേടിച്ചിട്ടുണ്ടായിക്കോട്ടെ, 490 മേടിച്ചിട്ടുണ്ടായിക്കോട്ടെ, നിങ്ങൾ എത്ര മാർക്ക് മേടിച്ചതാണെങ്കിലും നിങ്ങൾക്കറിയാം നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ട് അത്ര മാർക്ക് മേടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 518, 519, 520 വില. അപ്പോൾ 518 മേടിച്ച എക്സാമിനർ സ്റ്റുഡൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഇത്രയും അടിപൊളി റിസൾട്ട് കേരളത്തിൽ ഇന്നേ വരെ വന്നിട്ടുണ്ടാവില്ല. ഐ ആം പ്രൗഡ് ടു സേ ഈ വർഷത്തെ മാത്സ് എക്സാം ടഫായിട്ടും പിന്നെ കുറേ ആൾക്കാർ ഇംഗ്ലീഷ് എക്സാമിന് നമുക്ക് സങ്കടമാവില്ലേ, സയൻസൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഇംഗ്ലീഷിൽ 1-2 മാർക്ക് പോകുന്നവർ. ആൻഡ് മാത്സ് ഈ പ്രാവശ്യത്തെ എക്സാം ടഫായിരുന്നു, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പാറ്റാണ്, എന്നിട്ടും ഇത്രയും മാർക്ക് മേടിച്ചല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്ത് ഇത്രയും അടിപൊളി മാർക്സ് മേടിച്ചത്. അപ്പം എനിക്ക് ഒരു കാര്യം പറയാം, ഇവരൊക്കെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തവരാണ്. ആൻഡ് സെക്കൻഡ് കാര്യം, ഇവർ എക്സാമിനറുടെ ബാച്ചിലോ അല്ലെങ്കിൽ ക്ലാസ് കണ്ടുകൊണ്ട് മാത്രമല്ല ഇവരിവിടെ എത്തിയത്, ഇവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ആ ക്ലാസ്സുകളുടെ ബെനിഫിറ്റും കിട്ടിയിട്ടുണ്ടെന്ന് ഇവർ ഓരോ ആൾക്കാരും കാണിച്ചു തന്നിട്ടുണ്ട് മക്കളെ. ഓക്കെ, കേരളത്തിൽ മൊത്തം കാണിച്ചു തന്നിട്ടുണ്ട്. എക്സാമിനറുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക മാത്രമല്ല ഹാർഡ് വർക്കും കൂടി ചെയ്യുക. ഡെഫിനറ്റ്ലി ഞങ്ങൾ എപ്പോഴും അതാ പറയുന്നത്, ബാച്ചിൽ ജോയിൻ ചെയ്യുക, അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, അത് വെച്ചിട്ട് ഹാർഡ് വർക്കും കൂടി ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾ എയിം ചെയ്ത റിസൾട്ട് കിട്ടും. അപ്പോൾ ഇനിയും റിസൾട്ട്സ് കുറേ വരാനുണ്ട്. അതൊക്കെ ഇനി വരുന്ന അപ്ഡേറ്റ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവരൊക്കെ നിങ്ങൾ കൺഗ്രാജുലേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയും കാണിച്ചു കൊടുക്കുക. കാരണം നമ്മളൊക്കെ ഒരു ഫാമിലിയാണ്. നിങ്ങളുടെ ഫാമിലിയിലെ കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരിലെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും അടിപൊളി അച്ചീവ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്, നിങ്ങളും ഡെഫിനറ്റ്ലി ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ബോർഡിലില്ല സാർ ഞാൻ 500 താഴെ അല്ലെ 490 അല്ലെ 480 ആയതുകൊണ്ട് ഞാൻ മോശമാണോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നുണ്ട്. ഇനി റിസൾട്ട് വന്നു എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, +2 ഇനി എയിം ചെയ്യണോ, ഇനി ഇമ്പ്രൂവ്മെൻറ്റ് എഴുതണോ, ഇമ്പ്രൂവ്മെൻറ്റ് എന്തുകൊണ്ട് എഴുതരുത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കാൻ ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഇനി കമ്മിങ് ടു ദ ഓവറോൾ റിസൾട്ട്സ് പറയുകയാണെങ്കിൽ മക്കളെ, ഫുൾ A+ കിട്ടി എക്സാമിനർ ബാച്ച് സ്റ്റുഡൻസ്. ഫുൾ A+, നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ അതിഭീകരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫുൾ A+. ഇവിടെ 552+. 552 ആണ് എനിക്ക് അവസാനം കിട്ടിയ നമ്പർ. അതാണ് ഫുൾ A+ കിട്ടിയ സ്റ്റുഡൻസ്. ഇനി A+ ഇൻ സയൻസ്. ഓക്കെ, ഫുൾ A+ ഇൻ സയൻസ്. അപ്പോൾ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇതിൽ സയൻസിൽ കിട്ടിയത് 525. അപ്പോൾ ബേസിക്കലി ഫുൾ A+
ലാംഗ്വേജസും കൂടി കിട്ടിയ അതിൽ കുറച്ച് കുറവാണ് നിങ്ങൾക്ക് സയൻസ് കിട്ടിയ. അപ്പോൾ സയൻസിൽ ഇത്രയും കുട്ടികൾക്ക് മക്കളെ A+കളുണ്ട്, അടിപൊളി റിസൾട്ട്. ഇനി ഫുൾ മാർക്സ് ഇൻ സയൻസ്, സയൻസിൽ ഫുൾ മാർക്സ്, അങ്ങനെ പറഞ്ഞാൽ ലാംഗ്വേജിൽ മാത്രം മാർക്ക് പോയ കുട്ടികൾ, ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷോ ഹിന്ദിയിലോ മാർക്ക് കുറഞ്ഞവർ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ 63+. ഓക്കെ, 63 കുട്ടികളെക്കാട്ടും കൂടുതൽ ഫുൾ മാർക്സ് ഇൻ സയൻസ്, ലാംഗ്വേജസ് ഒക്കെ. അപ്പോൾ സുഖമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റിൽ മേടിച്ചെടുത്ത് ഫുൾ മാർക്സിലേക്ക് എത്തിക്കാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റുന്ന സ്റ്റുഡൻസ് ആണ്. ഇനി 99%, 100% നിങ്ങൾ കണ്ട് 24 കുട്ടികളെക്കാട്ടും കൂടുതലുണ്ട്. ഓക്കെ, 99% എന്ന് പറയുമ്പോൾ 103 സ്റ്റുഡൻസ് പ്ലസും കൂടി ഉണ്ട്. കാരണം ഇനിയും വരും, എനിക്ക് ഉറപ്പാണ്. റിസൾട്ട് ആഡ് ചെയ്യാത്തത് എന്താണെങ്കിലും ആഡ് ചെയ്യുക. 98%-ന് മേലെ 233 സ്റ്റുഡൻസ് ആണ്. ഇത് എക്സാമിനറുടെ സ്റ്റുഡൻസാ, ഏതോ സ്റ്റുഡൻസ് അല്ലേ, എക്സാമിനറിന് ഈ വർഷം എഴുതിയ സ്റ്റുഡൻസ് ആണ് മക്കളെ. ഇംപ്രൂവ്മെന്റ് എക്സാം കഴിഞ്ഞിട്ടില്ല, ഇംപ്രൂവ്മെന്റ് എക്സാം തുടങ്ങിയിട്ടും കൂടിയില്ല, എന്നിട്ടാണ് ഇത്രയും ഭീകര റിസൾട്ട്, കേരളം ഇന്നേ വരെ കാണാത്ത റിസൾട്ട്. അതുപോലെ 95%, നമ്മുടെ എല്ലാവരുടെയും ഒരു ബേസ് ലൈൻ ഗോളാണ് 95%-ന് മേലെ മേടിക്കുക എന്ന് പറയുന്നത് അല്ലേ. അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു അടിപൊളി റിസൾട്ടാണ് 95%-ന് എബോവ്. 643 സ്റ്റുഡൻസ് ആണ് 95%-ന് എബോവ് മേടിക്കുന്നത്. ഓക്കെ, ഇത് +1 റിസൾട്ട്സ് ആണ്. ഐ ആം വെരി പ്രൗഡ് ടു സേ. ഇവർക്കൊക്കെ കൺഗ്രാജുലേഷൻസ്. ആൻഡ് എക്സാമിനറിൻ്റെ ഫാക്കൽറ്റീനോടും ടീമിനോടും സ്റ്റുഡൻറ് റിലേഷനോടും എല്ലാവരോടും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ഇത്രയും കുട്ടികളോടും താങ്ക് യു പറയാണ്. നമുക്ക് ഇത്രയും ഭീകര റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി. ഓക്കെ, ഐ ആം പ്രൗഡ് ഓഫ് എവറി വൺ. ഓക്കെ, അപ്പം ഇതുപോരാതെ ഇനി +1 എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവരൊക്കെ ഇൻ്റർവ്യൂസ് വരുന്നതായിരിക്കും. അപ്പം ഈ കോട്ട് നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ പറയുന്നുണ്ട്, എക്സാമിനർ നിങ്ങളുടെ ഭാവി മാറ്റിമറിക്കും. അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവരോടൊക്കെ ഭാവി നമ്മുടെ ഒരു ചെറിയ ഹെൽപ്പ് വെച്ചിട്ട് ഇത്ര അടിപൊളിയായല്ലോ എന്ന് ആലോചിക്കുകയാണ്. നിങ്ങൾക്കും മക്കളെ +1 കയറാൻ പോകുന്ന സ്റ്റുഡൻ്റ് ആണ്, ഡെഫിനറ്റ്ലി നോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്, നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് എക്സാമിനറുടെ ഗൈഡൻസിലൂടെ പോയാൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രൂഫായി ഫുൾ മാർക്ക് ഈസിലി മേടിക്കാം. 1-2 സ്റ്റുഡൻസിൽ 24 സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇനിയും കൂടും. ആൻഡ് എത്ര കുട്ടികൾക്കാണ് 63+1 ഫുൾ മാർക്സ് ഇൻ സയൻസ് മേടിക്കാൻ പറ്റും. അപ്പം ഇനി +1 കഴിഞ്ഞ കുട്ടിയാണ് സാർ, ഞാൻ പ്രതീക്ഷ റിസൾട്ട് കിട്ടിയില്ല, +2-ലും ഇനി ചാൻസ് ഉണ്ട്. ഇതേ പവറോടെ ഇതിനെക്കാട്ടും അടിപൊളി റിസൾട്ട്സ് ആയിരിക്കും +2-ലും കൂടി വരാമെന്ന് എനിക്ക് ഗ്യാരണ്ടിയാണ്. അതിനുള്ള എല്ലാ ഹെൽപ്പും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, വേഗം തന്നെ ജോയിൻ ചെയ്യാം. +1-കാർക്ക് നിങ്ങൾക്ക് സയൻസ് ബാച്ച് ഉണ്ട്, അഗ്നിയിലൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ. നെക്സ്റ്റ് ബാച്ച് വേഗം ലോഞ്ച് ആവുന്നതായിരിക്കും. താല്പര്യമുള്ളവർ വേഗം തന്നെ ജോയിൻ ചെയ്തോ. ജ്വാല ബാച്ച് ഉണ്ട്, കൊമേഴ്സിന് സെപ്പറേറ്റ് റിസൾട്ട്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അവിടെയും ഫുൾ മാർക്ക് മേടിച്ചവരുണ്ട്, അതൊക്കെ നമ്മൾ കൊമേഴ്സ് ചാനൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കൊമേഴ്സ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 6000 റുപ്പീസാണ് ഫീസ്. അപ്പോൾ ബുക്സ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ വേഗം ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ബുക്സ് കിട്ടുന്നതായിരിക്കും. ഇനി പിന്നെ +1-ൽ നിങ്ങൾക്ക് സയൻസും കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നീറ്റ് കോച്ചിങ് കൂടി വേണം. നിങ്ങൾക്ക് നീറ്റിലും കൂടി റാങ്ക് മേടിക്കണം, +1-ൽ ഫുൾ പഠിക്കണം. സയൻസ് ബോർഡ് എക്സാം പ്ലസ് നീറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് 8,999 ആണ് ഫുൾ ഫീസ് വരുന്നത്. അതേപോലെ തന്നെ സയൻസ് കോച്ചിങ് പ്ലസ് നിങ്ങൾക്ക് ജെയിൻ്റെ കോച്ചിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ 9,000 റുപ്പീസാണ് ഫീസ് വരുന്നത്. ഫുൾ ഇയർ +1 ഫുൾ ഇയർ നിങ്ങൾക്ക് സയൻസ് കോച്ചിങ് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ജെയിൻ്റെ കോച്ചിങ് കിട്ടും. ഇപ്പോൾ രണ്ടും കൂടി കിട്ടും. ഇതിലൊക്കെ ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, PDF നോട്ട്സ്, DPP വർക്ക്ഷീറ്റ്, എല്ലാ സംഭവങ്ങളും ഉണ്ടാകും. എക്സാംസ് ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട ഫുൾ മാർക്ക് റാങ്ക് മേടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും +1 ബാച്ചസിൽ ഉണ്ടാകുന്നതായിരിക്കും. ഇത് പോരാതെ നിങ്ങൾക്ക് ഇതാ മക്കൾ, ഇത് കഴിഞ്ഞ വർഷത്തെ ടോപ്പേഴ്സിൻ്റെ റിസൾട്ടാണ്. 4 ഫുൾ മാർക്ക് മേടിച്ച കുട്ടികൾ. ഈ വർഷം നിങ്ങൾ കണ്ടില്ലേ ആ ഇംപ്രൂവ്മെൻറ്റ്. അതേപോലെ തന്നെ 519 മേടിച്ച കുട്ടികൾ. ഈ വർഷം നമ്മൾ അതുക്കും മേലെ റിസൾട്ടാണ്. ഇത് കഴിഞ്ഞ വർഷത്തിലാണ്. പ്രൗഡ് ഓഫ് എവരി വൺ. 99% മേടിച്ച് ഇത്രയും കുട്ടികളുണ്ട്. ഈ വർഷം നിങ്ങൾ കണ്ടല്ലോ, ഇനിയും കാണാതിരിക്കുന്നു കുറേ അടിപൊളി റിസൾട്ട് ഇനി വരാണ്ട്. ഇനി +2 ബാച്ചസിൽ +1 കഴിഞ്ഞ കുട്ടികളാണ് മക്കളെ. എങ്ങനെയാണ് എനിക്ക് +2-ലെ മാർക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് എനിക്ക് 95 അല്ലെ 90% മേലെ മേടിക്കുക? അടിപൊളിയായിട്ട് പഠിക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് +2 ഉയരെ ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് +2 സയൻസിന് വേണ്ടി 6000 റുപ്പീസാണ് ഒരു വർഷത്തെ ഫീസ്. ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾ മെൻ്റലി റെഡിയാണ്, ഞാൻ റെഡിയാണ് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ബാച്ചിൽ. അല്ലാണ്ട് വെറുതെ ജോയിൻ ചെയ്തിട്ട് മാർക്ക് കൂടും ചെയ്യുക. നിങ്ങൾ വർക്ക് ചെയ്യണം, ക്ലാസ് കാണണം. ഡെഫിനറ്റ്ലി 100% ഞങ്ങൾ എത്തിച്ചേരാം, ഞാൻ ഗ്യാരണ്ടീഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉയരെ ബാച്ച് ഉണ്ട്. ഇനി +2 നീറ്റുകാർക്ക്, +2-ൻ്റെ സയൻസിൻ്റെ കൂടെ നീറ്റും കൂടി വേണ്ടവർക്ക് വേദ ബാച്ച് ഉണ്ട്. 9,000 റുപ്പീസാണ് ഫീസ് വരുന്നത്. സെയിം സയൻസും കിട്ടും, അതേപോലെ നീറ്റിൻ്റെ കോച്ചിങ് കിട്ടും. DPPs, എക്സാംസ്, സൊല്യൂഷൻസ്, വീഡിയോ, എല്ലാ കാര്യങ്ങളും റെക്കോർഡ്, ലൈവ് ക്ലാസ് ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് +2 കീം വേദയുണ്ട്. അപ്പോൾ കീംകാർക്ക്, +2-കാർക്ക് കീമും കൂടി എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് +2 കീം വേദയുണ്ട്. സെയിം 9,000 റുപ്പീസാണ്. സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ബാച്ചസ് ഉണ്ട് മക്കളെ. ആൻഡ് നിങ്ങൾ എല്ലാവരുടെയും ഫീസ് കണ്ടു, എല്ലാവരുടെയും റിസൾട്ട്സ് കണ്ടു. അപ്പം വെരി പ്രൗഡ് ടു സേ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാൻ താല്പര്യമുണ്ട്, ആ ടോപ്പിലേക്ക് എത്തണം. നിങ്ങളുടെ
അക്കാഡമിക് പൊട്ടൻഷ്യലിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ നമ്പറിലേക്ക് വിളിക്കാം, വാട്സാപ്പ് ചെയ്യാം, വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളൂ മക്കളെ. അടുത്ത വർഷത്തെ റിസൾട്ട് ഇതിനേക്കാളും ഭീകരമായിരിക്കും. ആൻഡ് ഒരു റിക്വസ്റ്റ് ആണ് മക്കൾ, നിങ്ങൾ എക്സാമിൻ്റെ ക്ലാസ് കണ്ട സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ബാച്ചിലറുടെ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ ഇപ്പോഴും റിസൾട്ട് ഫില്ല് ചെയ്തില്ലെങ്കിൽ ആ ഗൂഗിൾ ഫോമിൽ ഒന്ന് ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സ് ഏതെങ്കിലും എക്സാമിൻ്റെ ബാച്ചിലുള്ളവരുണ്ടെങ്കിൽ അവർ ഫില്ല് ചെയ്യാൻ മറന്നുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്ക് കാരണം മറന്നുപോയെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും അയച്ചു കൊടുക്കുക. റിസൾട്ട് എല്ലാവരും അറിയട്ടെ. സോ താങ്ക് യു മക്കളെ. എല്ലാവരും ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തതിന് ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ +1 +2 ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബാച്ചിലും ജോയിൻ ചെയ്യാം. ഓക്കെ, റിസൾട്ടിൻ്റെ ഇനിയും അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. സോ താങ്ക് യു. ഇനി +1 കഴിഞ്ഞു, റിസൾട്ട് കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാനുള്ളവരെ എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ വരുന്നുണ്ട്, അതും സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, താങ്ക് യു.